കൂട്ടുകാരെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഒരു ചേട്ടായി ഫോളോവർ ചേട്ടായി വിളിച്ചായിരുന്നു. ആ ചേട്ടായിക്കും പാടില്ല, കൊച്ചിനും പാടില്ല. നമ്മുടെ കൊച്ചാണ് ഇരിക്കുന്നത്, കാണിക്കാം. അപ്പോൾ ഏറ്റുമാനൂർ പട്ടിത്താനത്തുള്ള വാറ്റുപുര എന്ന സ്ഥലത്താണ് ഞാൻ. അപ്പോൾ നമ്മുടെ കൊച്ചിന് പയ്യായിയുടെ കാര്യം പറഞ്ഞാണ് ഇവിടെ വന്നത്. കൊച്ചിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കൂട്ടുകാരെ കാണിച്ചു തരാം. പപ്പയുടെ അടുത്തേക്ക് പൊക്ക്. കൂട്ടുകാരെ, നമ്മുടെ ഈ കൊച്ചിന് വേണ്ടിയിട്ടാണ്. കൊച്ചിൻ്റെ കാല് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയാണ്, വളഞ്ഞിരിക്കുകയാണ്. അത് കാരണം കൊച്ചിന് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബലക്കുറവെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. കൂട്ടുകാരെ, ഇവർ 3 പേരുമാണ് ഈ വീട്ടിലുള്ളത്. ഈ കൊച്ചിന് വയ്യ. നമ്മുടെ ചേട്ടായിക്കാണെങ്കിലും കരളിന് അസുഖമുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ കുഞ്ഞിന് ഒരു ബലഹീനത ഉള്ളതായിരുന്നു. അപ്പോൾ അത് ചികിത്സിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ മേലിൽ മുടക്കിയാണ് കുഞ്ഞിന് ഇത്രയെങ്കിലും ഒന്ന് നിൽക്കാൻ ആയത്. അപ്പോൾ ഈ വീടിനും കടമുണ്ട്, പിന്നെ ചേട്ടായിക്ക് ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ചേട്ടൻ്റെ കരളിന് വീക്കമുണ്ട്. അപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കുന്ന കാരണം ചേട്ടായുടെ കാര്യം പോലും ചേട്ടായിക്ക് നോക്കാനോ ഒന്നും സമയമില്ല. ചേട്ടായുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടായിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആര് നോക്കും, എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമത്തിലാണ് ഈ ചേട്ടായി ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് കണ്ണനാണ്. ഇത് എൻ്റെ 2 പിള്ളേരാണ്, പെൺപിള്ളേരാണ്. മൂത്ത കൊച്ച്, ഇതേ കൊച്ച്. കുഞ്ഞിന് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായതാണ്. കൊച്ചിന് നട്ടിന് ഒരു ഓപ്പറേഷൻ ചെയ്തു. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അരയ്ക്ക് താഴോട്ട് സാധനക്കുറവുണ്ടായി. അത് കൊച്ചിൻ്റെ വയറിന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് മാക്സിമം ഒരു 5 ഓപ്പറേഷനോളം ഈ കൊച്ചിന് ചെയ്ത് കഴിഞ്ഞു. ഇതിനിടയിൽ ഇപ്പം ഈ വീടും വസ്തുവും എല്ലാം കടത്തിൽ പോയിരിക്കുകയാണ്. എനിക്ക് യാതൊരു നിർവാഹമില്ല. ഞാനൊരു മേലാഴി ഒരു വ്യക്തിയാണ്. ഇതിനെങ്കിൽ നടക്കണമെങ്കിൽ കാൽപ്പാത് നേരാക്കണമെങ്കിൽ പ്ലാസ്റ്റർ ഇടുന്ന പോലെ ഒരു ദിവസം 1.5 പ്ലാസ്റ്റർ ഉള്ളത്. അതിടണമെങ്കിൽ ഒരു പ്ലാസ്റ്ററിന് 210 രൂപ നിലവിൽ വരും. അപ്പോൾ അത് 1.5 ആകുമ്പോൾ ഒരു മാസത്തോളം ആകുമ്പോൾ നല്ല തുകയാണ്. എനിക്ക് വേറെ നിർവാഹമൊന്നുമില്ല. എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയിട്ട് 5 വർഷമായി. ഞാനിപ്പോൾ പെൺപിള്ളേരെ നോക്കി നടത്തുന്നത്. 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് കരളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കരളിന് മാത്രമല്ല, നട്ടിനും പെടലിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു ആളാണ് ഞാൻ. എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. ഈ 2 പെൺപിള്ളേരെ ഉപേക്ഷിച്ച് എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതെ പട്ടിണിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. കൂട്ടുകാരെ, ചേട്ടായി പറഞ്ഞത് കേട്ടല്ലോ, തീർത്തും ഒരു വയ്യാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇവർ കഴിയുന്നത്. ചേട്ടായി പറഞ്ഞ ഇന്ന് ഒരു ദിവസത്തെ അരിയും കൂടി മാത്രമേ ഉള്ളൂ ഇവിടെ. അരി ഇല്ലല്ലേ ചേട്ടായി? ആ ചാക്കിന് ദേ കൂട്ടുകാരെ കാണിക്കാം. ഇന്ന് ഇവിടെ ഈ ഇത്ര അരി മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ ഇവിടെ. ഇന്നത്തെ ഈ അരി കൂടി തീർന്നാൽ അവർക്ക് ഇന്ന് കഴിക്കില്ല. ഇവർ കൂട്ടുകാരെ ആ ചാക്കിനകത്ത് കണ്ട അരി മാത്രമേ ഉള്ളൂ എന്നാണ് ചേട്ടായി പറഞ്ഞത്. അത്രേ ഉള്ളൂ, അവിടെ വേറെ അരി ഇല്ല. ഇന്നത്തെ പഴയഞ്ചോറ് ചൂടാക്കിയാണ് ഇവരിന്ന് രാവിലെ കഴിച്ചത്. അങ്ങനത്തെ ഓരോ അവസ്ഥയിൽ കൂടെയാണ് വെക്കുന്നത്. നമ്മുടെ ആ കൊച്ചു ഇങ്ങനെയാണ് കൂട്ടുകാരെ ഇവിടെ അവസ്ഥ. അപ്പം എൻ്റെ പൊന്നു കൂട്ടുകാരന്മാരെ, നമുക്ക് ചേട്ടാനെ ഒന്ന് സഹായിക്കണം. ചേട്ടാ, ഈ കൊച്ചിൻ്റെ വയറിനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് ചേട്ടായുടെ വൈഫ് ചേട്ടാനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. പിന്നെ അന്ന് തൊട്ട് ഈ ചേട്ടായിയാണ് ഈ കൊച്ചിനെയും പിള്ളേരെയും എല്ലാം ഇത്രയും നോക്കി വലുതാക്കിയത്. ഈ ചേട്ടായിയാണ് ചേട്ടായിക്ക് പാടില്ല, ഈ കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് ചേട്ടായിയാണ്. കൊച്ചിന് ബാത്റൂമിൽ പോകുന്നത് എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. ചേട്ടായി മാത്രമാണ് എല്ലാം നോക്കുന്നത്. ചേട്ടായിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പോരാത്തിന് ചേട്ടായിക്ക് ഇച്ചിരി വയ്യായ്മയും ഉണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരന്മാർ ഇവരെ ഒന്ന് സഹായിക്കണം. ഇപ്പോൾ വീട് പണയത്തിലാണ് ഇരിക്കുന്നത് കൊച്ചിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. ഇപ്പം ചേട്ടായി പറഞ്ഞു ഇവിടെയുള്ളവരെല്ലാവരും, നാട്ടുകാരും മറ്റവരെല്ലാം ഉൾപ്പെടെ കരുതിയിരിക്കുന്നത് ചേട്ടായുടെ പൈസയുണ്ട്, സഹായങ്ങൾ കിട്ടിയെന്നാണ്. അപ്പോൾ ഈ സഹായങ്ങൾ കിട്ടിയ ആളുടെ വീട്ടിലാണോ ഇത്രയും അരി ഇന്നത്തെ അരി എന്ന് പറഞ്ഞാൽ അരി ഇല്ല അതിനകത്ത്. പഴയഞ്ചോറ് ചൂടാക്കിയാണ് കഴിച്ചേക്കുന്നത്. ചേട്ടായി ഞാൻ വന്നപ്പോൾ ഇവിടെ ഗൂഗിൾ പേയിലെ അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിച്ചു. 1 രൂപ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും സഹായം ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് പോലും ഇവിടെ പലർക്കും അറിയത്തില്ല. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടവരെ, നമുക്ക് ചേട്ടാനൊന്ന് സഹായിക്കണം. ചേട്ടായി പണയത്തിലിരിക്കുന്ന വീട് അത് കൊച്ചിൻ്റെ അസുഖത്തിന് വേണ്ടി ചിലവഴിച്ചതാണ്. അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇനി കൊച്ചിൻ്റെ
കാലിൽ പ്ലാസ്റ്റർ ഇടണം, അത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരന്മാർ ഗൂഗിൾ പേ നമ്പർ ചേട്ടാടെ തന്നേക്കാം. അപ്പോൾ നമ്മൾക്ക് സഹായിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ലവരായ കൂട്ടുകാരന്മാർ, ഞാൻ പൂഞ്ഞാറിലുള്ള ചേട്ടായുടെ ഇട്ടപ്പോൾ അതിന് സഹായിച്ച കൂട്ടുകാരന്മാർ, രജനി ചേച്ചീനെ സഹായിച്ച കൂട്ടുകാരന്മാർ, അങ്ങനെ എന്നെ നല്ലവരായ എൻ്റെ കൂട്ടുകാരന്മാരാണ് എനിക്കുള്ളത്. അത് ഈ ചേട്ടായിക്കും അറിയാം. ഈ ചേട്ടായി എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ്, ചേട്ടായിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടായിനെ വിളിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരന്മാരെ നമുക്ക് നമ്മുടെ ചേട്ടാനെ ഒന്ന് സഹായിക്കണം. ഓക്കെ. എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷത്തിന് ഈ വയറിൻ്റെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് പലരും സഹായിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവർ വിചാരിക്കുന്നത് ഒരു പൈസയുണ്ട്, അതുകൊണ്ട് അവന് ഒരു കുഴപ്പമില്ലെന്നാണ് നമ്മളെ വിചാരമാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ₹1 അക്കൗണ്ടിൽ ₹1 ബാലൻസ് ഉള്ളൂ. കുഞ്ഞ് പാമ്പേഴ്സ് വാങ്ങാനോ അല്ലെങ്കിൽ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനോ യാതൊരു നിർവാഹമില്ല. 5ൻ്റെ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല എപ്പോഴും. കൂട്ടുകാരെ, അതുകൊണ്ട് നമുക്ക് ചേട്ടാനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അപ്പം ചേട്ടായുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരന്മാരും നമ്മുടെ ചേട്ടനെ സഹായിക്കണം.